വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ലോഗ്സ്. ഗൈസ്, നമ്മളിപ്പോ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോ ഒരു റിസോർട്ടിൽ വന്നേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു പരിപാടിക്കായിട്ട് ഇവിടെ വന്നേക്കണതാ. അതെ, അതായത് ഇവിടെ ഒരു കല്യാണം നടക്കാണേ. അപ്പൊ അതിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നേക്കാം. നമ്മള് ഈ വീഡിയോന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കമന്റ്സ് നമ്മളുടെ ഇതിനകത്ത് വന്നു. അതായത് യൂട്യൂബിന്റെ കഴിഞ്ഞ വീഡിയോസുള്ള, അതായത് നമ്മള് പാരീസ് പോയത്, സ്വിറ്റ്സർലാൻഡ് പോയത്, ആ വീഡിയോകളുടെ ഇടയിൽ ഒരുപാട് കമന്റ്സുകൾ വന്നു. ഒരുപാട് കമന്റ്സ് പറഞ്ഞാൽ വളരെ മോശം കമന്റുകൾ. വളരെ മോശം കമന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉണ്ണീനെ കൊണ്ടുപോയില്ല, ഉണ്ണീനെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയി, എന്തുട്ട് അപ്പനാണ്, എന്തുട്ട് അമ്മയാണ്, നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലാത്ത മകനെ നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയി, അതെങ്ങനെ സാധിക്കുന്നു, കണ്ണിൽ ചോരയില്ലേ, തേങ്ങയില്ലേ, മാങ്ങയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സുകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരുന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായി. ഇപ്പൊ നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടി തരാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സംഭവം നല്ല തന്നെയാണ്. കമന്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇടാം. കാരണം നമ്മളുടെ ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ വീഡിയോകൾ ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, നോ പ്രോബ്ലം. പക്ഷെ ഉണ്ണീനെ കൊണ്ടാവാണ്ടിരുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം, നമ്മൾ പോണ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള രാജ്യമാണ്. നമ്മൾ പോണ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പോയത്. ഒന്ന് ഫ്രാൻസ്, പാരീസും, പിന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡും. പാരീസ് പിന്നെയും ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ, അതായത് തണുപ്പിന്റെ കേസിൽ കേട്ടോ. തണുപ്പ് ഒരു 2 ഡിഗ്രി 1 ഡിഗ്രി ആ റേഞ്ചാണ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. പക്ഷെ സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര, നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്നോഫോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നെഗറ്റീവ് ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഉണ്ണീനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ണിക്ക് അതിനുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിദേശത്തും കാര്യങ്ങളിലൊക്കെ കുറെ ഫാമിലീസും കാര്യങ്ങളും നിൽക്കണില്ല, അവിടെ കുട്ടികളില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അങ്ങനത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച് വളർന്നേക്കുന്ന കുട്ടികളായിരിക്കും. അവർ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഓൾറെഡി നമ്മുടെ നാട്ടിലത്തെ ടെമ്പറേച്ചർ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യില്ല, റിയാക്ട് ചെയ്യും. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മൾക്കാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. ചെറിയ കുട്ടികളല്ലെങ്കിൽ കൂടി വലിയ ആൾക്കാരുകൾ വരുമ്പോൾ വരെ ഇങ്ങനെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാവരും എഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് കുട്ടികൾ, അവർക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തന്നെ അതിന്റെ പിന്നാലെ നിൽക്കണം. നമ്മൾ തന്നെ ഉണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കേണ്ടി വരും. നമ്മൾ ആകെ കൂടി ഒരു 15 ദിവസമല്ലേ നിന്ന്, ഒരു 10-15 ദിവസമാണ് നമ്മൾ അവിടെ നിന്നത്. പക്ഷെ നമ്മൾ ആകെ വീഡിയോ നമ്മൾ അവിടുത്തെ പാരീസിലും സ്വിറ്റ്സർലാൻഡിലും വീഡിയോസ് ഇട്ടതായിക്കൂടി എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോസ് ഇട്ടല്ലോ. നമ്മ പോയതിന്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ ജോലിയുടെ എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടാണ് ഞാൻ പോയത്, ഫ്രാൻസിലോട്ട് പോയത്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്, ജോലി സംബന്ധമായിട്ടൊക്കെ ആവശ്യങ്ങൾക്കാണ് ഞാൻ പോവാറുണ്ട്. ഇപ്പോൾ ഒരു 5-8 മാസം മുമ്പ് പോയുള്ളൂ, ഞാൻ ഇടയ്ക്ക് പോകും. അപ്പോൾ ഇപ്രാവശ്യം പോയ ടൈമിൽ പൊന്നൂസിനെയും കൂട്ടിയിട്ട് കൊണ്ടുപോയി. പൊന്നൂസിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എന്തായാലും പോകേണ്ട ആവശ്യം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പൊന്നൂസിനെയും കൂട്ടിയിട്ട് പോയി. അങ്ങനത്തെ പോകാൻ സിറ്റുവേഷൻ ആയപ്പോൾ ഉണ്ണീനെ കൊണ്ടുപോയില്ല. ഞാൻ പോയപ്പോൾ പൊന്നൂസിനെയും കൂട്ടിയിട്ട് പോയി. വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറി അവിടെ ആഘോഷിച്ചു. അതാണ് സംഭവിച്ചത്. അല്ലാണ്ട് ഉണ്ണീനെ നമ്മൾ നാട്ടിലിട്ടിട്ട് ഉണ്ണീനെ കൊണ്ടുപോകാണ്ട് എന്നേക്ക്, ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാരുകൾ അങ്ങനെ കമന്റ് ചെയ്തത്, നമ്മൾ എന്നേക്കായിട്ട് ഉണ്ണീനെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നണം. കാരണം നമ്മള് തമ്പനയില് നമ്മൾ അങ്ങനെ ഇട്ടിട്ടായിരുന്നു, മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു. ചിലപ്പോ അതുകൊണ്ടായിരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ണീനോട് ആക്കിയിട്ട് പോണ ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുകളുണ്ട്. അത് എല്ലാവരും അത് അറിയണില്ല എന്നുള്ള ഒരുപാട് ഫാമിലീസിലെ ഉണ്ണികൾ തന്നെ നാട്ടിലാക്കിയിട്ട്. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തേയുള്ള 2 പിള്ളേരുണ്ട്, അവരുടെ വീട്ടിലാക്കിയിട്ട് പോയിട്ടുണ്ടല്ലോ. UK-ലുണ്ടല്ലോ. അത് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടി നമ്മൾ ആകെ ഷോർട്ട് ടൈമിലേക്ക് പോയതാ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടപ്പോ ചിലപ്പോൾ കുറച്ച് ലാഗുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കാരണം വീഡിയോസ് ഇടുന്നത് നമ്മൾ 1.5 അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടിയിട്ടൊക്കെ വീഡിയോസ് ഇടണം. അപ്പൊ ചിലപ്പോ ലാഗ് വന്നിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം നമ്മളുടെ വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ എത്ര വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ റോട്ടിലേക്ക് വെച്ച് പുറത്തേക്ക് കയറുമ്പോൾ ആൾക്കാർ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോന്നാ ചോദിക്കണേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, കുറെ നാള് നമ്മൾ ഉണ്ണിനെ ഇവിടെ ആക്കിയിട്ട് പോയി എന്നൊക്കെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ മൈഗ്രേഷൻ ഇട്ട കാരണം ചിലപ്പോ എല്ലാവരും അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടാവും. അതെ, അല്ല, കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോണ ഇത്രയും കുറ്റമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യം കാര്യങ്ങൾ അനുസരിച്ചിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ലോങ് ടൈമിലേക്ക് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ വേണം, നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് നാട്ടിലാക്കിയിട്ട് പോകാനേ പറ്റുള്ളൂ. അങ്ങനെ കമന്റ്സ് വന്നതാണ്, നിങ്ങൾക്ക് കണ്ണിച്ചോരില്ലേ, നിങ്ങൾ അവിടെ ആഘോഷിക്കേ, കൊച്ച് അവിടെ സുരക്ഷിതനാണ്, കുട്ടി അവിടെ സേഫ് ആണെന്ന് നമ്മൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ സന്തോഷിച്ച് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല.
അതിനകത്ത് പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ആളുകൾ പറയണുണ്ട്, അതായത് ഉണ്ണി നിൽക്കുന്നത് അവരുടെ അപ്പന്റെ അമ്മ മീൻസ് അവരുടെ അപ്പാപ്പന്റെ അമ്മയുടെ അടുത്തല്ലേ, കുട്ടി അവിടെ സേഫ് ആണെന്ന് അവർക്ക് അറിയണോണ്ടാണ് അവരുടെ നിൽക്കുന്നത്. അങ്ങനെയും കമന്റ്സ് ഉണ്ട്. അങ്ങനെ ബോധം ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരുകളുണ്ടാവും. പഴഞ്ചൻ ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ടാവും, പുതിയ ചിന്താഗതിയിലുള്ള ആൾക്കാരുണ്ടാവും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുകളുണ്ടാവും. അപ്പൊ എല്ലാവർക്കും നമ്മൾക്ക് അത് കൺവിൻസ് ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് പറയുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാവരെയും നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നി. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയേക്കാം, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അല്ല, അങ്ങനെ തിങ്ക് ചെയ്യണവർ അങ്ങനെ തിങ്ക് ചെയ്തോണ്ടേയിരിക്കും. നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അല്ല, അത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടെന്ന് തോന്നി ജസ്റ്റ് പറഞ്ഞു, അത്രയ്ക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ പൊന്നിസിനോട് പറഞ്ഞു ഇത് എന്തിനാ പറയണേന്ന് ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല, നമുക്കത് പറയാം, കാരണം നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരല്ല, അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കോട്ടെ ലോങ് ടൈമിലേക്ക്. പിന്നെ ഒരു തുമ്പില്ല വാലില്ലാണ്ട് വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അങ്ങനെ പറയണ്ടായിരുന്നു. ഉണ്ണി നമ്മൾ പോയപ്പോ ഉണ്ണി ഉണ്ടായിരുന്നത് പൊന്നൂസിന്റെ വീട്ടിലാണ്. ചിലവര് പറഞ്ഞു അമ്മിച്ചി ഒറ്റയ്ക്ക് ഒന്നാമത് അമ്മച്ചിക്ക് വയ്യ, അമ്മച്ചിയുടെ ഇടയിൽ കുട്ടീനെ നോക്കണ്, ഉണ്ണിനെ അവിടെ ആക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് എനിക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ, അതായത് രാവിലെ മുതൽ ഒരു 3-4 മണിക്കൂറിൽ കൂടുതൽ അമ്മച്ചിക്ക് ഉണ്ണിനെ നോക്കാനായിട്ട് പറ്റില്ല. അത് കാരണം എന്ന് വെച്ചാൽ അമ്മച്ചി അവിടെ ഒറ്റയ്ക്കാണ്, അപ്പച്ചൻ വരുമ്പോൾ വൈകുന്നേരം ആവും. പക്ഷെ പൊന്നൂസിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്, 3 പേരുള്ളതിന്റെ പേരിൽ സുഖമായിട്ട് നോക്കാനായിട്ട് പറ്റും. സത്യം പറയാലോ, എന്നെക്കാളും എന്റെ കിടാവിന് ഇഷ്ടം എന്റെ അപ്പന്. അപ്പൊ പിന്നെ ഞാനുണ്ടായാലും പൊന്നൂസ് ഉണ്ടായാലും എന്റെ അപ്പനുണ്ടെങ്കിൽ എന്റെ അപ്പന്റെ കൂടെ എന്റെ അപ്പന്റെ അടുത്ത് ഞാൻ വിളിച്ചാൽ വരാൻ വരില്ല. ഞാൻ വിളിച്ചാലും വരില്ല, ആര് വിളിച്ചാലും. അപ്പൊ നമ്മൾക്ക് അത്രയ്ക്കും ഉറപ്പുള്ളത് ഉണ്ണി സേഫ് ആണെന്ന് അറിയണോണ്ടാണ് ഉണ്ണി ഹാപ്പി. ഞങ്ങൾ വിളിച്ചും കൂടിയില്ല അവനെ, വീഡിയോ കോൾ പോലും ചെയ്തില്ല. വീഡിയോ കോൾ ചെയ്യും, വോയിസ് കോൾ ചെയ്യുന്ന പറഞ്ഞാൽ അവനോട് സംസാരിക്കില്ല, വീട്ടിലെ അമ്മോട് അവൻ കേൾക്കാണ്ട് സംസാരിക്കുള്ളൂ. കാരണം നമ്മളുടെ സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനാകെ ചിലപ്പോൾ പ്രശ്നമാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടുന്ന് പോണേക്കാളും മുൻപ് നമ്മുടെ ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കായിട്ടോ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ടോ പല സ്ഥലങ്ങളിൽ പോകുമ്പോ ഒക്കെ നമ്മൾ ഉണ്ണീനെ ഇവിടെ വീട്ടിലേക്ക് ആക്കിയിട്ട് തന്നെ പോവാറ്. അപ്പന്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അമ്മച്ചിയുടെ അടുത്തോ. അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ കുറച്ച് നേരങ്ങൾ മണിക്കൂറുകൾ പറ്റുള്ളൂ. പക്ഷെ ഇവരുടെ അടുത്ത് 1-2 ദിവസമൊക്കെ നമ്മൾ നിർത്താറുണ്ട്. അപ്പൊ അങ്ങനെ ആയതിന്റെ പേരിൽ അവനത് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവൻ ഹാപ്പി ആയിരുന്നു. അപ്പനമ്മയും പറയണത് നീ വരുമ്പോഴാണ് അവന് പ്രശ്നം, അത് നമ്മളെ കണ്ടു കഴിയുമ്പോഴാണ് അവന് കുറച്ചും കൂടി അവനൊരു എന്താ ഞാൻ അപ്പനോട് പറയാതെ ഞാൻ ഇവിടെ ആക്കാവനുണ്ട്, ഞങ്ങളെ വഴിക്ക് പോവാ. അവർക്കത് ഇഷ്ടമാണ് അവനെ നോക്കാനായിട്ട്. അവൻ വെരി വെരി ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ണീനെ അവിടെ ആക്കിയിട്ട് പോയത്. അവൻ ഭയങ്കര ഹാപ്പിയാ. വൈകുന്നേരം ആവുമ്പോ പുറത്തേക്ക് ഇറങ്ങുക, ആൾക്കാരുടെ കൂടെ പന്ത് കളിക്കാൻ. കാരണം അപ്പുറത്ത് കുറെ ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്തിരുന്നത്. അവനത് ഇഷ്ടാണ്. അമ്മ പറഞ്ഞു കുറച്ചു നാളും കൂടി നീ പുറത്ത് നിന്നിരുന്നെങ്കിൽ അവൻ നിങ്ങളെ മറന്നു പോയേനേന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അമ്മ. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കും ഉണ്ണി എവിടെയാ, ഉണ്ണീനെ കൊണ്ടുവന്നില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ ഷൂട്ടിന്റെ ആവശ്യത്തിനായിട്ട് വന്നേക്കുന്നതാണ്, ബോഞ്ചു തൃശ്ശൂരിന്റെ ഷൂട്ടിന് വേണ്ടി. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ണിനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമ്മളുടെ ജോലി അതിനകത്ത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ അമ്മച്ചിയുടെ അടുത്താക്കി അല്ലെങ്കിൽ അപ്പനമ്മയുടെ അടുത്താക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് അവനെ കൊണ്ടുപോകാൻ ഷൂട്ടില്ലാത്ത സമയത്ത് ഉണ്ണിനെ കൊണ്ടുപോകാറുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ചായ അടിക്കാനൊക്കെ പോകുമ്പോൾ കാറിൽ അല്ലെങ്കിൽ സ്കൂട്ടറിലൊക്കെ എടുത്ത് പോകണം. അവർ ഇഷ്ടം ബാക്കിലേക്ക് പിടിച്ച് എന്റെ പുറത്തേക്ക് പിടിച്ച് നിൽക്കും. ഷൂട്ടില്ലാത്ത സമയത്ത് അവനെ പിടിച്ച് കൊണ്ടുപോകാറുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഈ വീഡിയോസ് നമ്മൾ മെയിനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോലീസിനോട് പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് ദിവസം വീഡിയോസും കൂടി എടുക്കായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അവളോട്. പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അതായത് ഇപ്പൊ നമ്മളിപ്പോ പോയപ്പോ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു 2 വർഷം 3-4-5 വർഷം ഇപ്പൊ വയസ്സാകുമ്പോഴൊക്കെ നമുക്ക് ഇരുന്ന് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് ശരിക്കും ഭയങ്കര മെമ്മറി ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ തന്നെ നിങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും സ്കൂളിലെയോ കോളേജ് ലൈഫിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ മെമ്മറീസ് കിട്ടുന്ന പോലെ അങ്ങനെയും കൂടി ആയിട്ടാണ് നമ്മൾ യൂട്യൂബിനെ കാണുന്നത്. ചില ആൾക്കാരുകൾ പറയണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബ് അടച്ചു പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ ഇൻകം സോഴ്സ് കഴിഞ്ഞു, നിങ്ങൾ കുത്തുവാളെടുക്കും, അങ്ങനെ എന്തൊക്കെ കമന്റുകൾ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കുറെ നാള് കഴിയുമ്പോ നമുക്ക് കാണണം. ആ ഒരു മെമ്മറിക്ക് വേണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബിലെ വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പൈസ കിട്ടണില്ല എന്നല്ല അതിനർത്ഥം. ഒരു എക്സാമ്പിൾ, നമ്മൾക്കൊരു 5 സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ലാസ്റ്റത്തെ ആയിരിക്കും ഈ യൂട്യൂബ് എന്ന് പറയണത്. അതെ അതെ അങ്ങനെ ഇതിനെ കാണാനായിട്ട് പറ്റുള്ളൂ. യൂട്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്നുമില്ല. യൂട്യൂബിനകത്തുനിന്ന് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളുടെ സമയം സാഹചര്യം പോലെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ പോലെ കീപ്പ് ചെയ്യണതാണ്. അപ്പൊ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ ഒരു 5-6 തലമുറയൊക്കെ കഴിയുമ്പോ അവർക്ക് വേണമെങ്കിൽ കാണാം. മേ ബി നമ്മൾക്കത് കാണാനുള്ള സിറ്റുവേഷൻസ് ഇപ്പൊ എനിക്ക് എന്റെ മുത്തപ്പാപ്പന്റെ മുഖം പോലും ഇപ്പൊ ഓർമ്മയില്ല. പക്ഷെ വരും തലമുറ, ഞങ്ങളുടെ വരും തലമുറക്ക് അത് കാണാനായിട്ട് യൂട്യൂബ് ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ കുറച്ചു നാളും കൂടി മതി. ഉണ്ണിക്ക് ഒന്നും അങ്ങോട്ട് വയസ്സാവുമ്പോ അല്ലെങ്കിൽ അവനെ ഓർമ്മ വെച്ച് തുടങ്ങുമ്പോ അവന്റെ കാര്യങ്ങളും കാണാൻ അവന് തന്നെ എന്റെ തന്നെ ചെറുപ്പത്തിലെ ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഹസിബേബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്പ ജനനം അവനെ ഞാൻ കയ്യിലേക്ക് മേടിക്കുന്ന മൊമെന്റ് വരെ അവനെ അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെയാണ് എല്ലാ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗൈസ് ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ.